എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ജോഗ്രഫി ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് ഫാക്റ്റുകൾ നോക്കുന്നതിലെ കണ്ടിന്യൂഷൻ ആണിത്. ഹിമാലയൻ പ്രദേശത്തെ രണ്ടാമത്തെ വലിയ ഹിമാനി ഏതാണ്? ഉത്തരം ബാൽത്തോറോ ഹിമാനി. അപ്പോൾ എന്താണ്? ബാൽത്തോറോ ഹിമാനിയാണ് ഹിമാലയൻ പ്രദേശത്തെ രണ്ടാമത്തെ വലിയ ഹിമാനി. ബാൽത്തോറോ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. പീർപഞ്ചൽ പ്രദേശത്തിലെ നീളം കൂടിയ ഹിമാനി സോനാപാനി ഹിമാനിയാണ്. ഇത് ചന്ദ്ര താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനി സെമു ഹിമാനിയാണ് സിക്കിം. സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന സെമു ഹിമാനിയാണ് കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഉത്തരം ലഡാക്ക് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി, ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്കിനെയാണ്. തണുത്ത മരുഭൂമി, ലിറ്റിൽ ടിബറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ദ്രാസ് ആണ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ദ്രാസ്. കിഴക്കോട്ട് പോകുന്തോറും ഹിമാലയത്തിൻ്റെ ഉയരവും വീതിയും കുറഞ്ഞു വരികയാണ് കേട്ടോ. അപ്പം നമ്മൾ ഹിമാലയം നോക്കിക്കഴിഞ്ഞാൽ കിഴക്കോട്ട്, അതായത് അരുണാചൽ പ്രദേശ് ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഹിമാലയത്തിൻ്റെ ഉയരവും വീതിയും കുറഞ്ഞാണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ചോദിച്ചാൽ ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതവും ഹിമാലയമാണ്. ഏഷ്യയിലെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയത്തെയാണ്. അപ്പോൾ ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഹിമാലയത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൽ ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഹിമാദ്രിയാണ്. അപ്പോൾ ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. ഡീറ്റെയിൽഡ് ക്ലാസ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ച് റാങ്ക് ഫയൽ വായിക്കുന്നതാണ് ഞാൻ. അപ്പോൾ അത് വായിച്ചിടുന്നതായിരിക്കും. ഇനി നമുക്ക് എവറസ്റ്റിനെ പറ്റി നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ്. എവറസ്റ്റിൻ്റെ ഉയരം വരുന്നത് 8850